ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ പാഷൻ പ്രോ വണ്ടി നമ്മൾ വർക്കിന് ആയിട്ടിടുന്നത്. അതിനകത്ത് മെയിനായിട്ട് നമുക്ക് പറയുന്നത് പെട്രോൾ ലീക്കിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആക്സിലേറ്റർ കേബിൾ മാറ്റണം, ചെയിൻ ചെക്ക് ചെയ്യണം, ക്ലച്ച് കേബിൾ മാറ്റം. അത്ര കേസാണ് മെയിനായിട്ട് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ബാക്ക് സൈഡ് നമുക്ക് ചെയിൻ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ സൗണ്ട് നല്ല രീതിയിൽ വ്യത്യാസം കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വീലിൻ്റെ ഡാമ്പർ റബ്ബർ സെറ്റ് മൊത്തം പൊടിഞ്ഞു പോയേക്കാണ് കേട്ടോ. അതാണ് അതിൻ്റെ കംപ്ലയിൻറ്റ്. ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ ഓക്കെയാണ്, പുതിയ ലൈനറാണ്, വലിയ പഴക്കമായിട്ടില്ല, കമ്പനി ലൈനറൊക്കെ കിടക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ വീൽ റബ്ബർ മാറ്റിയതിന് ശേഷം ചെയിൻ ടൈറ്റ് ചെയ്തെടുക്കാവുന്നുള്ളൂ. ചെയിൻ ടൈറ്റ് ചെയ്യാനുണ്ട്, ബട്ട് ചെയിൻ ടൈറ്റ് ചെയ്ത് ഗ്രീസ് ചെയ്ത് ഞാൻ അത് ഓക്കെ ആയിക്കോളും. ആ വീൽ റബ്ബർ മാറ്റിയിട്ടാണ്. പിന്നെ പെട്രോൾ ലീക്കിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. പെട്രോൾ ലീക്കിൻ്റെ കംപ്ലയിൻറ്റ് നമ്മൾ കാർബറേറ്ററുമായി ബന്ധപ്പെട്ട് വന്ന പ്രോബ്ലമാണ്. ഞാൻ റൈറ്റ് ഫുള്ളായിട്ട് ചെക്ക് ചെയ്തായിരുന്നു. നിലവിൽ തീരെ മോശാവസ്ഥയിലേക്ക് പോയിട്ടില്ല. പക്ഷേ നമുക്ക് അതിൻ്റെ ഈ ഫ്ലോട്ട് വാൽവ് എന്തെങ്കിലും മാറ്റിയിടണം. ഫ്ലോട്ട് വാൽവ് പ്രോജക്റ്റൊക്കെ മാറ്റി കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട്. പിന്നെ കൂട്ടത്തിക്കടെ ഞാൻ അതിൻ്റെ എയർ ഫിൽറ്ററും പ്ലഗും കൂടി ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. പിന്നെ ക്ലച്ച് കേബിൾ ആക്സിലേറ്റർ കേബിൾ രണ്ടും ടൈറ്റ് ഉണ്ട്. അപ്പോൾ അത് മാറ്റുന്ന ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. നിലവിൽ ഓയിലിൻ്റെ അവസ്ഥ ലെവലിനകത്ത് കാണുന്നില്ല. അപ്പോൾ കിലോമീറ്റർ അനുസരിച്ച് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റി കളയാനാണ് ബെറ്റർ കേട്ടോ. കാരണം വെച്ചാൽ ഇത്രയും നിലവിൽ ഇതിൻ്റെ ഈ അടിയിൽ കാണണം. അപ്പോൾ ഇതിനകത്ത് ഒട്ടും തന്നെ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ പഴയ ഓയിലിലേക്ക് പുതിയ ഓയിൽ മിക്സ് ചെയ്യുന്നതെന്നുള്ളത് എനിക്ക് തോന്നുന്നു ഓയിൽ ഏകദേശം ഓടിയിട്ടുണ്ടെങ്കിൽ ഓയിൽ മാറ്റി കളയാനാണ് ബെറ്റർ കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ അയച്ചു തരാം. അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. നമുക്കതനുസരിച്ചിട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഏകദേശം ഒരു ഉച്ചയ്ക്കാകുമ്പോഴത്തേക്കും വർക്ക് കംപ്ലീറ്റ് ചെയ്തിടാം. അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഒന്ന് കോൺടാക്ട് ചെയ്യണം കേട്ടോ.